ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ അടുത്ത് വന്നാൽ മാത്രമേ രക്ഷപ്രാപിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അന്നും ഞാൻ പള്ളിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കിന് ഈ പുണ്യവാളന്മാരുടെ ബിംബങ്ങൾ ഇതൊക്കെ കാണുന്നത് ഞാൻ അങ്ങോട്ടൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു തീരുമാനമുണ്ട്, ദൈവത്തിൻ്റെ വചനം സത്യമാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായി. ആരെതിർത്താലും നടക്കുന്ന കാര്യമില്ല. ഞാൻ 10-20-30 വർഷത്തോളം ഞാൻ അവിടെ ഇറങ്ങി കുളിച്ചിട്ട് ആർക്കൊരു പരാതിയില്ല. ആ ആറ്റിൽ തന്നെ ഞാൻ സ്നാനപ്പെട്ടപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒന്ന് മുങ്ങിയപ്പോൾ പ്രശ്നങ്ങളായി ആൾക്കാർ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ചെറിയാൻ മാത്യു അവറുകളാണ്. കർത്തദാസൻ ദൈവത്തെ കണ്ടെത്തിയ വിധങ്ങളെക്കുറിച്ചും അന്നുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും നമ്മളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി കർത്തദാസ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. എങ്ങനെ വീട്ടിലെ അന്തരീക്ഷങ്ങളും വീട്ടിലെ എങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് പറയാമോ? മക്കൾ? ഓക്കെ, എൻ്റെ പേര് ചെറിയാൻ മാത്യു എന്നാണ്. കോട്ടയത്ത് ദേവലോ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ചെറുപ്പം മുതലേ ദൈവവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിലുള്ള വിശ്വാസത്തിലൊക്കെ ആയിരുന്നു. ഓർത്തഡോക്സ് സഭാവിശ്വാസത്തിലായിരുന്നു. എൻ്റെ ഫാദർ പള്ളിയിലെ ശുശ്രൂഷനായിരുന്നു ചെറുപ്പത്തിൽ. ആ സമയങ്ങളിലൊക്കെ ഞങ്ങളെ അത്യാവശ്യം സുറിയാനി പാട്ടുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. സൺഡേ സ്കൂളൊക്കെയും പഠിച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ജീവിച്ചു വന്നു. ഞങ്ങൾ വിവാഹപ്രായമൊക്കെ ആയപ്പോഴത്തേക്ക് വിവാഹമൊക്കെ കഴിച്ചു. അങ്ങനെ പോയിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങി. ഒരു ബുദ്ധിമുട്ടുള്ള വാരങ്ങളെ പ്രയാസങ്ങളൊന്നും കൂടാതെ വണ്ണം വളരെ നന്നായിട്ട് ഞങ്ങളുടെ ബിസിനസ് കടന്നുപോയി. സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ പോയിക്കൊണ്ട സാഹചര്യത്തിൽ ഞങ്ങൾ സഹോദരങ്ങൾ, എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. സഹോദരന്മാർ 2 പേര്, സഹോദരിയുണ്ട്. ഞങ്ങൾ മൊത്തം 4 പേരാണ്. എൻ്റെ സഹോദരന്മാർ 2 പേരും ഞാനും ഞങ്ങളെല്ലാം ബിസിനസ്സിലായിരുന്നു. 3-4 ഷോപ്പുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഭംഗിയായിട്ട് പോയിക്കോട്ടെ സമയത്ത്. അപ്പോൾ ഈ ഷോപ്പൊക്കെ നടത്തിയിരുന്നത് നിങ്ങളെ ബ്രദേഴ്സ് സഹോദരന്മാരെല്ലാം? അതെ, എല്ലാവർക്കും ഷോപ്പുകളുണ്ട്. ഞാൻ 2 ഷോപ്പ് നടത്തി, അവരെല്ലാം ഓരോ ഷോപ്പ് നടത്തി. അപ്പോൾ ഇതൊക്കെ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ എവിടുന്നാണ് വിവാഹം കഴിച്ചത്? വടവാതിൽ അടുത്ത് തന്നെയാണ്. വടവാതിൽ സ്ഥലത്താണ് എൻ്റെ ഭാര്യ വീട്. മക്കള് എനിക്ക് 3 മക്കളാണുള്ളത്. 2 പെൺകുഞ്ഞുങ്ങളെ, ഒരു ആണ്. ഒരാളിവിടെ ഓസ്ട്രേലിയയിൽ ഒരു ജേഷാടി വർക്ക് ചെയ്യുന്നു. ഒരാൾ അബുദാബിയിലാണ്. മോളുടെ ഭർത്താവിനോടെ എയർപോർട്ടിൽ ജോലിയുണ്ട്. പുള്ളിക്കാരത്ത് ജോലി ചെയ്യുന്നില്ല. മോൻ ജർമ്മനിയിൽ പഠിത്തം കഴിഞ്ഞ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കർത്താവിനെ കണ്ടെത്താനുള്ള എങ്ങനെയാണ് കർത്താവിനെ കണ്ടെത്തിയത്? ആ കണ്ടെത്താനുള്ള സമയങ്ങളിലെ ജീവിതം എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ബിസിനസ്സായിരുന്നു പറഞ്ഞു. സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അളിയൻ്റെ ആളുണ്ട്. പുള്ളിക്കാരനോടെ പെയിൻ്റ് കട തന്നെയാണ്, കഞ്ഞിക്കുട്ടി തന്നെ പെയിൻ്റ് കടയാണ്. ഞങ്ങൾ പുറത്തുള്ള ആൾക്കാരോട് വലിയ കമ്പനികളൊന്നുമില്ല. ഞങ്ങൾ സഹോദരങ്ങളും എൻ്റെ അളിയനെല്ലാം കൂടി ഇപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളൊക്കെ ചുമ്മാ കമ്പനി കൂടും. അന്നൊക്കെ ലോകപ്രകാരം മദ്യപിക്കാനൊക്കെ കൂടുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ സാഹചര്യത്തിൽ എൻ്റെ അളിയൻ കണ്ടമാനം മദ്യപാനത്തിന് അടിമയായി തീർന്നു. അങ്ങനെ വിശ്വാസത്തെ ഈ മദ്യപാനത്തിന് വിടിവിക്കുവാൻ പല കാര്യങ്ങളും നോക്കിയിട്ട് നടന്നില്ല, ഒന്നും എടുക്കുന്നില്ല. ചില ദിവസം വീട്ടിൽ പോകത്തില്ല, എവിടെയെങ്കിലും ലോഡ്ജി മുറി എടുത്ത് കിടക്കും. ആ ഒരു അനുഭവത്തിലായിരുന്നപ്പോൾ എങ്ങനെ രക്ഷിക്കണമെന്നൊരു തോന്നലുണ്ടായി. അപ്പം ഞങ്ങളുടെ കൂടെ നേരത്തെ മദ്യപിക്കാൻ കൂടിക്കൊണ്ടൊരു ഒരാൾ വിശ്വാസത്തിൽ വന്ന ശേഷം ആ കടയിൽ കടന്നു വന്നു. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് കടന്നു വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ സാക്ഷ്യം പറയാൻ ഇടയായി തീർന്നു. മദ്യപാനത്തിൽ വിടുതൽ പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോകുന്നു. എൻ്റെ അളിയൻ്റെ പേര് ഷാജി എന്നാണ്. ഷാജി കടന്നു തുറന്നു ഷാജിയോട് പറഞ്ഞു, ഒന്ന് ഇതൊക്കെ വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കും, വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ അടുത്ത് വന്നാൽ മാത്രമേ രക്ഷപ്രാപിക്കാൻ പറ്റത്തുള്ളൂ, വിടുതൽ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ചോദിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എല്ലാവരും ഇങ്ങനെ പറയും നമ്മുടെ ഭാഗത്ത് വന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഇതിന് മുമ്പും കാണാൻ ഈ പെന്തക്കോസ്ത് ഇങ്ങനെ കൂട്ടായ്മയെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. പലരുമൊക്കെ ഈ പറഞ്ഞ ദിവാസന്മാരായിട്ടുള്ള ചില എന്നിട്ട് ഇവരൊക്കെ വീട്ടിൽ കയറി വരുമായിരുന്നു. ഞാനതിന് വലിയ കാര്യമായിട്ടൊന്നും കാണാറില്ലായിരുന്നു. വൈഫിന് അവരോട് താല്പര്യമുണ്ട്, സാമ്പത്തികമായ സഹായങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. എനിക്ക് അതിനോടും താല്പര്യമില്ലായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരും അങ്ങനെ ആരും തന്നെ വിശ്വാസം വന്നിട്ടില്ല. കുടുംബത്തിൽ പേര് ഏതാണ്ട് പറഞ്ഞായിരുന്നല്ലോ. ഞങ്ങൾ ഓർത്തഡോക്സ് സഭാ വിശ്വാസത്തിലായിരുന്നു. കുടുംബ പേരെന്തുവായിരുന്നു? എള്ളുകാല എന്നാണ്, എള്ളുകാല കളത്തെ വീട്ടുപേര്. അപ്പം ഞങ്ങൾ 2 സഹോദരന്മാരും ഒരു സഹോദരി എനിക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ വിശ്വാസം നടത്തിക്കൊണ്ട സമയത്ത് ആളുടെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മദ്യപാനത്തിന് അടിമയായ അളിയെ എങ്ങനെ രക്ഷപ്പെടുത്തുന്ന ആഗ്രഹം ഉണ്ടായി. അപ്പോൾ കടന്നു ആ സഹോദരൻ
ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് വന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വനത്തിൽ കൂടി സംസാരിക്കാൻ ഇടയായി തീർന്നു. കേട്ടപ്പോഴത്തേക്കിനും എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഞങ്ങൾ വരാമെന്ന് സമ്മതിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ ഞായറാഴ്ച ദിവസമായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ കടന്നുപോയി. അന്ന് ചെന്നപ്പോഴത്തേക്കും പോയ കാര്യം നിങ്ങളുടെ പള്ളിയിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞായിരുന്നോ? അവരെ അല്ല, ആ സമയത്ത് കടന്നു പോകാൻ അറിയുന്നില്ല. ഞങ്ങൾ ആരോടും പറയാതെ പോയ വഴിക്ക് ആ ബാറിൽ കയറി അത്യാവശ്യം ബലം പ്രാപിച്ചു പോയത്. ബാറിൽ കയറിയിട്ട് ഒരു വിടുതൽ കിട്ടണം, അതിനുവേണ്ടി രക്ഷിക്കാൻ വേണ്ടിയാണ് പോണത്. പുള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി ബാറിൽ കയറി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു 10-25 പേരുള്ള ഒരു ചെറിയ കൂട്ടായ്മയായിരുന്നു. അപ്പം അവിടെ ഞങ്ങളെ കഴിഞ്ഞ് മാന്യന്മാരായിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള രണ്ട് പേരാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. അത് കണ്ടപ്പോഴത്തേക്കിന് എന്താണ് കേൾക്കാമെന്ന് അവിടെ ഇരുന്നു. അങ്ങനെ ശുശ്രൂഷ മധ്യേ ദൈവത്തിൻ്റെ വചനം എന്നോട് ഇടപെട്ടു. അതായത് 1 കൊരിന്ത്യർ 3:16 ശുശ്രൂഷിച്ചത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കണേ, ദൈവം നശിപ്പിക്കും എന്നുള്ളത് ആ വചനം അന്ന് കേട്ടു. കേട്ടപ്പോഴത്തേക്ക് മനസ്സിലായി, ഇത് ദൈവത്തിൻ്റെ മന്ദിരം ഇതാണ്, നമ്മളാണെന്നുള്ളത് അന്നാണ് മനസ്സിലായത്. അതുവരെ ഞാൻ വിചാരിച്ച ദേവാലയം. ഞങ്ങളീ പറഞ്ഞ പോലെ എല്ലാ വെള്ളിയാഴ്ചയും വിശ്വാസം വരുന്നതിന് മുമ്പ് എല്ലാ വെള്ളിയാഴ്ചയും സെക്കൻഡ് ഷോ കാണാൻ പോകും, സിനിമയ്ക്ക് പോകും. നേരത്തെ ഇറങ്ങിയിട്ട് ഹോട്ടലിൽ പോകും. യോഗപ്രകാരം ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അന്നും ഞാൻ പള്ളിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കിന് ഈ പുണ്യാളന്മാരുടെ ബിംബങ്ങൾ ഇതൊക്കെ കാണുന്നത് ഞാൻ അങ്ങോട്ടൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അന്നും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ശുശ്രൂഷ മധ്യേ ഈ വചനം കേട്ടപ്പോൾ എനിക്ക് ഒരു മാനസാന്തരം ഉണ്ടായി. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലായി. അന്ന് മദ്യപാനവും സിഗരറ്റ് വലിയൊക്കെ നിർത്താൻ തീരുമാനിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ആ തീരുമാനം ഞങ്ങൾ രണ്ടുപേരും എടുത്തു. അല്ല, പലരും പറയുന്നുണ്ട് ഈ മദ്യപാനവും ഈ സിഗരറ്റ് വലിയൊന്നും പെട്ടെന്ന് ഒരു ദിവസം നിർത്താൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മളുടെ ഒരു കർത്താവ് നമ്മളെ സഹായിക്കും. ആ സമയത്ത് പ്രാർത്ഥിച്ചു, ഈ ഭാവത്തിൽ ഞങ്ങളെ വിടുവിക്കണം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു വാക്ക് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ തീരുമാനം എടുത്തു പോരുകയാണ്. പിറ്റേ ആഴ്ച വീണ്ടും ഞങ്ങൾ ഒന്നുകൂടെ കടന്നുപോയി. കടന്നു ചെന്നപ്പോഴത്തേക്കിനും അന്ന് ആ ശുശ്രൂഷ മധ്യേ ഒരു സൗകര്യം വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴത്തേക്കിനും അവിടെ പൈശാചി വന്നൊന്നായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് അപ്പോസ്തലന്മാരുടെ കാലത്ത് നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, ഇപ്പോഴും നടക്കുന്നുള്ള സംശയമായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് വ്യാപരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ശരിയാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം ഉണ്ടായി. അത് കണ്ടപ്പോൾ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവ് ഇതൊക്കെ ശരിയാണെങ്കിൽ കർത്താവിൻ്റെ വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം, സാക്ഷ്യം നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. അപ്പം ഈ സമയങ്ങളൊന്നും കുടുംബക്കാരും മറ്റാരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ? ആദ്യത്തെ ആഴ്ച പോയി ആരും അറിഞ്ഞില്ല. രണ്ടാമത്തെ ആഴ്ച പോയപ്പോഴത്തേന് വൈഫോട് പറഞ്ഞാൽ പോയത്. അനിയന്മാരോടും പറഞ്ഞായിരുന്നു. പോയിട്ട് വരാൻ പറഞ്ഞു. പക്ഷേ പോയിച്ചും വന്നു. ഇതെല്ലാം കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കാൻ തുടങ്ങി. പുതിയ നിയമം എടുത്ത് വായിച്ചു. ഒറ്റ ദിവസം കൊണ്ട് പുതിയ മൊത്തം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സ്നാനപ്പെടേണ്ട അത്യാവശ്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ നന്നാ കൂട്ടായ്മ ചെയ്ത് ചോദിച്ചു, നമുക്കിവിടെ സ്നാനത്തിൻ്റെ പരിപാടി ഉണ്ടോ എന്ന് അങ്ങോട്ട് ഞാൻ ചോദിച്ചു. എന്നോട് ആരും സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു പറയാതെ തന്നെ ഞാൻ വചനം വായിച്ചപ്പോൾ എനിക്ക് ബോധ്യമായി, സംഭവം ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്നാനപ്പെടാൻ ഒരുങ്ങിയപ്പോഴത്തേന് വൈഫ് പറഞ്ഞു, സ്നാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പ്രാർത്ഥനയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഞാനത് വകുവച്ചില്ല. ഞാൻ അങ്ങനെ ആരെയും വകുക്കുന്ന ഒരാളല്ല. എൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് എൻ്റെ തീരുമാനമാണ് എഴുതുന്നത്. എൻ്റെ പിതാക്കന്മാർ പറഞ്ഞാൽ അനുസരിക്കും, അതല്ലേ ഞാൻ പറഞ്ഞു. സാധാരണ പറഞ്ഞാൽ അനുസരിക്കത്തില്ല. അപ്പോൾ സ്നാനപ്പെട്ടതിന് ശേഷം അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വലിയൊരു കുടുംബത്തിൽ നിന്ന് വന്നതാണല്ലോ. അതെ. അപ്പം മറ്റുള്ള സഭയിൽ നിന്നോ എല്ലാം ഉണ്ടായി. അറിഞ്ഞപ്പോഴത്തേന് എൻ്റെ പിതാവ് മരിച്ചു പോയായിരുന്നു, നേരത്തെ മരിച്ചിരുന്നു. എൻ്റെ അപ്പൻ്റെ അനിയന്മാരുണ്ടായിരുന്നു. 1-2 പേരുള്ളൂ എന്ന് പറഞ്ഞു. എന്നൊക്കെ എൻ്റെ ആവശ്യമില്ലായിരുന്നു, പിതാക്കന്മാർ കാണിച്ച മാതൃപ്രകാരം പോയാൽ മതി എന്നൊക്കെ എന്നോട് പറയാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു, എനിക്കെൻ്റെ തീരുമാനമുണ്ട്, ദൈവത്തിൻ്റെ വചനം സത്യമാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായി. ആരെതിർത്താലും നടക്കുന്ന കാര്യമില്ല, എൻ്റെ തീരുമാനമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം എൻ്റെ തറവാടിൻ്റെ വാതൊക്കെ തൊട്ടടുത്ത് തന്നെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഞാൻ 10-20-30 വർഷത്തോളം ഞാൻ അവിടെ ഇറങ്ങി കുളിച്ചിട്ട് ആർക്കൊരു പരാതിയില്ല. ആ ആറ്റിൽ തന്നെ ഞാൻ സ്നാനപ്പെട്ടപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒന്ന് മുങ്ങിയപ്പോൾ പ്രശ്നങ്ങളായി. ആൾക്കാർക്ക് നമ്മളെ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഇപ്പോഴും ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? നമ്മുടെ തീർച്ചയായിട്ടും പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾ നന്നായി വരുന്നത് കാണുന്നത് എല്ലാവരും പറയാം നന്നാവണം എന്ന് പറയും. പക്ഷെ നന്നാവണം എന്ന് പറഞ്ഞ ഒരു വിശ്വാസത്തിൽ വരാൻ പറയുമ്പോഴത്തേക്ക് അവർ ശരിയാകത്തില്ല, താല്പര്യമില്ല അവർക്ക്. അപ്പം അങ്ങനെ അത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂട്ടത്തിൽ വരാൻ തുടങ്ങി. അവർ രണ്ടുപേരും കടന്നു വന്നു. അവർ വിശ്വാസത്തിലായി. വൈഫും കടന്നു വന്നു. എല്ലാവരും സ്നാനപ്പെട്ടു.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നാൾ ആ കൂട്ടായ്മ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതിന് ശേഷം ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ദൈവം എന്തെങ്കിലും പ്രത്യേകമായിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ ദർശനമായിട്ടോ എന്തെങ്കിലും കൃപാവരങ്ങളായിട്ടോ എന്തെങ്കിലും പ്രാപിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അന്നത്തെ കാലത്ത് ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ദൈവാസം ഉണ്ടായിരുന്നു. ആരുടെ പേര് മനോമേനോൻ എന്നായിരുന്നു. പൈശാചി ശക്തിയുടെ മേൽ വലിയ അധികാര ശുശ്രൂഷ ചെയ്തുകൊണ്ട് മനുഷ്യനായിരുന്നു അന്ന്. ഇപ്പോൾ ആൾ എനിക്കറിയത്തില്ല, ശുശ്രൂഷ മാറിപ്പോയിട്ടുണ്ട്, അതിൽ നമ്മുടെ വിഷയമില്ലല്ലോ. അത് കണ്ടപ്പോൾ ഞാൻ കർത്താവ് ശുശ്രൂഷ ഇരിക്കും വേണമെന്നിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ച കർത്താവ് പ്രാർത്ഥിച്ചു. പല സ്ഥലത്തും പലയിടത്തുള്ള ഞങ്ങളുടെ കൂട്ടായ്മനാടുന്നതിനും പലയിടത്തൊക്കെ ചെന്നപ്പോഴത്തേക്കിന് ഞങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ കർത്താവിനെ സഹായിച്ചു. കർത്താവിൻ്റെ പ്രവർത്തികളൊക്കെ. പിന്നെ ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിൽ അന്ന് ബിസിനസ് സമയത്താണ്. ബിസിനസ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉച്ച കഴിഞ്ഞ് മയക്കമുണ്ട് ചിലപ്പം. അങ്ങനെ സെറ്റേ കിടന്ന് ഇങ്ങനെ മയക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു മോഹനെടുത്ത് കർത്താവ് കാണിച്ചു. എളുപ്പം ചെല്ലാൻ പറയുക മനസ്സിൽ. ഈ വ്യക്തിയെ എനിക്ക് കണ്ടിട്ടുണ്ടെന്നല്ല, പേരറിയത്തില്ല, വേറെ ഡീറ്റെയിൽസ് അറിയത്തില്ല. ഒരു കടയിലുള്ള ആളാണ്. പെട്ടെന്ന് ഞാൻ അവിടെ വണ്ടി എടുത്ത് ഞാൻ കടന്നു ചെന്നപ്പോഴത്തേന് ആ വ്യക്തി എന്നെപ്പറ്റി സ്വല്പം ചെറുപ്പമാണ്. ഞാൻ പറഞ്ഞൊരു 10 മിനിറ്റ് സമയം എനിക്ക് തരാമോ, ചില കാര്യങ്ങൾ പറയാൻ വന്നാന്ന് പറഞ്ഞു. ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങേരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴത്തേന് പുള്ളി ഭയങ്കര മദ്യപാനത്തിന് അടിമയായിരുന്നു. ബിസിനസ് എല്ലാം പൊട്ടി തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. പുള്ളിയുടെ കണ്ണീര് വരുന്ന ഭാഗം ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു പോകുന്നു. പിന്നീട് ആ ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിച്ചു. ഒരേ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് സഹായിച്ചു. ഞാൻ അറിഞ്ഞു കർത്താസൻ റോമിൽ പോകാൻ ദൈവദർശനമുണ്ടായി. അവിടെ ചെന്ന് റോമിൽ ദർശനമല്ല, അത് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് അന്നൊരു ദൈവദാസൻ, നിങ്ങളൊക്കെ ചിലപ്പോൾ അറിയുന്നതായിരിക്കും, പുന്നൂരിലെ ഒരു കർത്താവിൻ്റെ ദാസനുണ്ടല്ലോ, സാമച്ചൻ പാസ്റ്റർ. അദ്ദേഹം ആ കൂട്ടായ്മ ആദ്യം കടന്നു വരികയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ അറിയത്തില്ല, എന്നെ പുള്ളിക്ക് അവനെ അറിയത്തില്ല. അന്ന് ആദ്യമായിട്ട് അവിടെ കടന്നു വന്നപ്പോഴത്തേക്കിന് എൻ്റെ പേര്, അപ്പൻ്റെ പേര് ചെറിയാൻ, നീ മാത്യു എന്നും പറഞ്ഞുകൊണ്ട് പേര് വിളിച്ച് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. ചിലർ പേരെ വിമർശിക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷേ സത്യമായുള്ള കാര്യമാണ് ഇത്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ പേര് വിളിച്ചു ആരോരെ പറഞ്ഞു, നീ എൻ്റെ വേരയ്ക്കുള്ളവനാണ്, നീ വലയും പടവും വിട്ട് എൻ്റെ വേരയ്ക്ക് എന്നെ വേർതിരിച്ചിരിക്കാമെന്ന് ആരോരെ പറഞ്ഞു. അപ്പോൾ അന്ന് പ്രസാരണം നടത്തിക്കൊണ്ട് സമയമാണ്. ഞാൻ ആലോചിച്ചതിൻ്റെ വിട്ടച്ചും ഇങ്ങനെ ജീവിക്കും മുമ്പോട്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ 1 വർഷം കഴിയുമ്പോഴത്തേക്കിന് ഓരോ പ്രസ്ഥാനങ്ങൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടായി. ഞാൻ നടത്തിക്കൊണ്ട് 2 ബിസിനസ്സും പൂട്ടി. അധികമായ പരിപാടി ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പൂട്ടി 2 വർഷക്കാലത്തോളം അവിടെ ഭവനത്തിലായിരുന്നു ശുശ്രൂഷയ്ക്ക്. അവിടെ ഞങ്ങളുടെ കൂട്ടായ്മ ശുശ്രൂഷയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾ നേരത്തെ ആയിരുന്ന ആ കൂട്ടിയിൽ നിന്ന് മാറേണ്ട സാഹചര്യം ഉണ്ടായി. ദൈവാലോചന കിട്ടി. അപ്പോൾ ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാൻ സഹോദരങ്ങളും വേറെ 1-2 സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് കൂട്ടായ്മ തുടങ്ങിയ സമയത്ത് കുറച്ച് പേരൊക്കെ കടന്നു വന്നു. ആ കൂട്ടായ്മ ഇന്നും 23 വർഷമായിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം പേരൊന്നും ഇരുന്നാലും ചെറിയ കൂട്ടമായിട്ടാണെങ്കിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ റോമിലേക്ക് പോകാനുള്ള സാഹചര്യമാണ്. ഞാൻ ബിസിനസ് നിർത്തി കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കമായി. അന്ന് പെട്ടെന്ന് കട നിർത്തിയപ്പോഴത്തേക്കിന് കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുത്തു, കടങ്ങളെല്ലാം വീട്ടി, സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിരുന്നു. കുഞ്ഞുങ്ങളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴത്തേന് അമ്മ കർത്താവെ ഇങ്ങനെ പോയ ബുദ്ധിമുട്ടാണ്, എനിക്ക് ആരുടെ കാശ് കടം ചോദിക്കാനൊന്നും പറ്റത്തില്ല, വഴി ഒരുക്കുള്ളൂ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് ഒരു ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദൈവദാസൻ വന്ന് ആലോചന പറഞ്ഞു, ഒരു വിദേശയാത്രയുണ്ട്, അതുകൊണ്ട് ഒരുക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ വിശ്വാസം ഏറ്റെടുത്തു. പാസ്പോർട്ട് എടുക്കാൻ തീരുമാനിച്ചു. അതിന് എനിക്ക് പാസ്പോർട്ടില്ലായിരുന്നു. പാസ്പോർട്ട് എടുത്തു. രണ്ടാമത് വേറെ ദൈവദാസൻ പറഞ്ഞു, ഈ വർഷം 9-ാം മാസം നിനക്കൊരു വിദേശയാത്ര ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമതും കേട്ടപ്പോൾ ഒന്നുകൂടെ ഉറപ്പിച്ചു. അങ്ങനെ 9-ാം മാസം 30-ാം തീയതിയാണ് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നത്, റോമിലേക്ക് കടന്നു പോകുന്നത്. എൻ്റെ അളിയൻ ഒരാൾ ജർമ്മനിലുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ വരുന്നെങ്കിൽ വാ, ഇവിടെ കണ്ടൊക്കെ പോവാം, വേണമെങ്കിൽ റോമിൽ പോയി നിൽക്കാൻ സാധിക്കും, ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദൈവം വഴി തുറന്നാണ് പോയത്. അവിടെ നിങ്ങൾ സഭാ പ്രവർത്തനമോ എന്തെങ്കിലും കാര്യങ്ങൾ? അന്ന് കടന്നു വരുമ്പോഴത്തേക്കിനും ആരുമില്ല അവിടെ. എൻ്റെ ചെന്നപ്പോഴത്തേക്കും വേറെ ചർച്ചകളൊന്നും അങ്ങനെ ഇല്ലെന്നോ? ചർച്ചകൾ മലയാളി ചർച്ചകളൊന്നുമില്ല ആ സമയത്ത് ഇല്ലായിരുന്നു. കാത്തലിക് ചർച്ച ഒഴിച്ച് വേറെ ചർച്ചകളൊന്നും അവിടുത്തെ പെന്തക്കോസ്റ്റ് ചർച്ചകളുണ്ട്, അവിടുത്തെ ഭാഷയിലുള്ളത്. മലയാളികളാരും ചർച്ച നടത്തില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ കടത്തുന്ന എൻ്റെ കൂടെ താമസിക്കുന്ന ഒരാളും വിശ്വാസിയായിരുന്നു. ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ച് വീട്ടിൽ പ്രാർത്ഥിച്ചു കൂട്ടായ്മ തുടങ്ങി. ഒരു സഹോദരൻ ഞങ്ങളുടെ കൂട്ടി തന്നു. അപ്പം ചെന്നതിൻ്റെ പിറ്റേ ഞായറാഴ്ച ഞങ്ങൾ കൽത്തപേക്ഷ നടത്തി ശുശ്രൂഷ ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും വേറെ സഹോദരൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്,
അദ്ദേഹത്തോടെ കൂട്ടി തന്നു. പിന്നെ വേറെ സഹോദരൻ നാട്ടിൽ നിന്ന് വന്നു. അങ്ങനെ 3-4 സഹോദരന്മാരായി. പിന്നെ ഞങ്ങളവിടെ കുറച്ച് വർക്ക് ചെയ്തു. അങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു റോമിലെ ആദ്യത്തെ മലയാളം ചർച്ച ചർച്ച അതെ തുടങ്ങിയത് അങ്ങനെയാണ്. അങ്ങനെ ദൈവം ഒരു ഭയങ്കര ഒരു ബിഗിനിങ് തന്നു. ഈ ആ നാളിൽ അവിടുത്തെ സുവിശേഷീകരണ സമയത്ത് എന്തെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങളോ? അവിടെ അനേകം സ്ഥാനപ്പെടുത്താൻ കർത്താവ് സഹായിച്ചു. അവിടെ അവിടുത്തെ ഒരു 300 കിലോമീറ്റർ ദൂരെ നാപ്പോളിയൻ സ്ഥലമുണ്ട്. അവിടെ കിടന്നു 2-3 പേരെ സ്ഥാനപ്പെടുത്തി. അവിടെ കൂട്ടായ്മ നടത്തിക്കൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് അവിടെ പോകുമായിരുന്നു. 3 പേരെ അവിടെ സ്ഥാനപ്പെടുത്തി. പിന്നെ റോമിലാണെങ്കിലും ഒരു 10-15 പേരെ അവിടെ സ്ഥാനപ്പെടുത്തി. പിന്നെ നാട്ടിൽ ഒരു 10-15 പേരെ സ്ഥാനപ്പെടുത്താൻ സാധിച്ചു. പേരൊക്കെ സ്ഥാനപ്പെടുത്തുവാനും ഇത്രയും കാലം സമാളത്താനൊക്കെ കർത്താവിനെ സഹായിച്ചു. അപ്പൊ തീർച്ചയായും കർത്താവ് ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അല്ലെ, തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുക അത് നമ്മളെ കൊണ്ട് ഒക്കത്തില്ല, നമ്മളെ കൊണ്ട് അത് നടക്കത്തില്ല ചിന്തിച്ചാലും ദൈവം നമ്മളെ കണ്ട ദൈവം ഒരു ദർശനം തന്നു. അപ്പം നമ്മൾ പോകാൻ തടസ്സമായ സമയത്ത് ദൈവം നമ്മൾ കൊണ്ടാടുന്ന ബിസിനസ് ഒക്കെ നിർത്തിയിട്ട് അല്ലെ, അതൊരു പ്രത്യേക യോനയുടെ കാര്യം പറയുമ്പോൾ അങ്ങനെയല്ലേ, യോനയുടെ കർത്താവ് പറഞ്ഞു ഒരു സ്ഥാനത്തേക്ക് പോകണമെന്ന് പറഞ്ഞു, പക്ഷെ പോയില്ല. അപ്പം നമ്മുടെ മറ്റുള്ള എല്ലാ വഴികളും അടച്ചിട്ടല്ലേ, അതേപോലെ ഒരു അവസ്ഥയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു സന്ദേശം കേൾക്കുന്ന ദൈവമക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ഉത്തേജനം നൽകുന്ന എന്തെങ്കിലും ഒരു വാക്കുകൾ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ വിശ്വാസികളുടെ സമയത്ത് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ശൂന്യത എനിക്കുണ്ടായിരുന്നു. എന്തോ ഒരു പോരാളിക ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിനെ അറിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അഭിഷേകം പ്രാപിച്ചപ്പോൾ ആ ശൂന്യത മാറിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എന്തോ എനിക്ക് ലഭിച്ച ഒരു ഉന്മേഷത്തോടെയായിരുന്നു. അന്നും ഇന്നും ആരെ കിട്ടിയാലും സുവിശേഷം പറയാനുള്ളൊരു വാഞ്ച എനിക്കുണ്ട്. അത് കിട്ടുന്ന ദിവസം ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതായത് ജീവിതത്തിൽ ശൂന്യത അനുഭവിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ അടുത്തേക്ക് കടന്നു വരാമെങ്കിൽ നിങ്ങളുടെ ശൂന്യത മാറ്റുവാൻ ദൈവത്തിന് കഴിയും. തീർച്ചയായിട്ടും അതിന് ഉത്തമമായ ഒരു അനുഭവമാണ് ദേവദാസനോട്. ദിവസം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇതേപോലെ ശൂന്യത അഭിമുഖീകരിക്കുന്നവരുണ്ട്, ജീവിത തകർച്ച അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു ഉദ്ധാരണം നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം. കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സമയത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവേ, അനേക കർത്താവ് സത്യമറിയാതെ വണ്ണം ഈ ലോകത്തിൻ്റെ മുകളിൽ കിടക്കുമ്പോൾ കർത്താവേ, ഹല്ലേലൂയയുടെ ശൂന്യതകളെ മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളുടെ ഇടപെടാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുതിയ കർത്താവെ, അനേക കർത്താവിൻ്റെ ശരീരം കടന്നു വരുവാൻ തക്കവണ്ണം ഇവിടെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവെ അന്ധകാരത്തെ മാറ്റി പ്രകാശത്തെ കർത്താവെ ദാനമായി കൊടുക്കുന്ന ദൈവം ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഓരോ ഹൃദയങ്ങളും ഇടപെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ പ്രകാശം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി ഇടമുഖം വിജിച്ചു പോയി നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന പ്രകാരം ലജ്ജ കൂടാതെ വളരെ ദൈവനാമത്തിലൂടെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവസ്ഥ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവെ, പ്രിയപ്പെട്ട കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഓരോ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടനായി സ്തോത്രം ചെയ്യുന്നു. സൗലവും ഞാൻ ജീവിച്ച് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. താങ്ക് യു ദേവദാസനെ. ജീവിതത്തിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശൂന്യതകളോ നിരാശയോ അഭിമുഖീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്തദാസനോടൊക്കെ നമ്മൾ കേട്ടതുപോലെ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പരിഹാരമുള്ളൂ. നമ്മുടെ ലോകത്തിൽ ഏതെല്ലാം വഴികളിലൂടെ നാം കടന്നു പോയാലും അതിനൊക്കെയും ഒരു പരിധി കഴിയുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. യേശുക്രിസ്തുവിൽ മാത്രമേ പരിഹാരമുള്ളൂ. അടുത്ത പ്രാവശ്യം പുതിയൊരു അനുഭവസാക്ഷ്യവുമായി നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെ സഹായിക്കും.